നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തോരാത്ത മഴ ദുരിതം. വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി തടസ്സമുണ്ടായി. മരങ്ങൾ വീടിന് മുകളിൽ കടപുഴകി വീണു. കനത്ത മഴയിൽ കരയാമ്പാടം പാടശേഖരത്തിലെ 70 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി. കോടാലി പാടശേഖരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ദേശീയപാത നന്ദിക്കരയിൽ അപകടക്കെണി ഒരുക്കി കുഴികൾ. നടപടി ആവശ്യപ്പെട്ട് യാത്രക്കാർ. കർക്കടകം കനത്ത മഴയുമായി എത്തി. ഇനി ഭക്തിയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും നാളുകൾ. ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണവും ചടങ്ങുകളും. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര സ്ഥിരാകേന്ദ്രമായ കോടാലി ടൗണിനോട് ചേർന്ന് റോഡരികിൽ പാഴ്ചെടികൾ നിറഞ്ഞത് അപകട ഭീഷണിയാകുന്നു. പുതുക്കാട് വേങ്ങാട് ഉഴിഞ്ഞാൽ പാടം റോഡ് നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. 2 ദിവസമായി തോരാതെ പെയ്യുന്ന മഴയിൽ കനത്ത നാശം. ശക്തമായ മഴയിൽ വരന്തരപ്പള്ളി പാലപ്പിള്ളി മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. പലയിടങ്ങളിലും മരങ്ങൾ റോഡിലേക്കും വീടിന്റെ മുകളിലേക്കും കടപുഴകി വീണു. കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് വേഗത്തിൽ ഉയരുകയാണ്. മണലിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. മാഞ്ഞാംകുഴി റെഗുലേറ്ററിലെ ഷട്ടറുകളിൽ മരങ്ങൾ ഒഴുകിയെത്തിയത് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ആശങ്കയുണ്ടാക്കി. മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. കനത്ത മഴയിൽ കുറുമാലിപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തതിനെ തുടർന്ന് ആറ്റപ്പള്ളി റെഗുലേറ്ററിൽ മരക്കൊമ്പുകൾ വന്നടിഞ്ഞു തുടങ്ങി. മരക്കൊമ്പുകൾക്കൊപ്പം ചെറിയ ചില്ലകളും കാടും പടലവും ഷട്ടറിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. മഴ തുടർന്നാൽ കൂടുതൽ മരക്കൊമ്പുകൾ റെഗുലേറ്ററിൽ വന്നടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. കനത്ത മഴയിൽ കരയാമ്പാടം പാടശേഖരത്തിലെ 70 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി. മഴവെള്ളത്തോടൊപ്പം കുറുമാലിപ്പുഴയുടെ സുഗമമായ ഒഴുക്കിന് തടസ്സമുണ്ടായതാണ് നെൽകൃഷി വെള്ളത്തിനടിയിലാകാൻ കാരണമെന്ന് കർഷകർ പറഞ്ഞു. കുറുമാലിപ്പുഴയിൽ തോട്ടുമുഖത്ത് വേനലിൽ നിർമ്മിച്ചിരുന്ന താൽക്കാലിക ചിറ പൂർണ്ണമായും പൊളിച്ചു നീക്കാത്തതാണ് വേഗത്തിൽ വെള്ളം ഉയരാൻ കാരണമായതെന്ന് കർഷകർ ആരോപിച്ചു. മഴ ശക്തമാകുന്നതോടെ ഇവിടെ നിർമ്മിക്കുന്ന ചിറയുടെ മധ്യഭാഗം ഒഴുക്കിൽ തകരുകയാണ് പതിവ്. പുഴയുടെ തീരങ്ങളോട് ചേർന്നുള്ള ഭാഗം പൊളിച്ചു നീക്കാത്തതാണ് ഒഴുക്കിനെ ബാധിക്കാൻ കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്ത് കഴിഞ്ഞ ഒരു 8 വർഷത്തോളമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോടും മെമ്പർമാരോടും നിരന്തരം ഈ വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇറിഗേഷൻ വകുപ്പിൻ്റെ തികഞ്ഞ അനാസ്ഥയുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ചിറയുടെ വർഷകാലത്ത് ചിറ പൊട്ടുമ്പോൾ ബാക്കി ഭാഗം അവിടെ നിൽക്കുന്നത് ഈ പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ മനസ്സിലാക്കാം. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇത്രയും വലിയ പാടശേഖരത്തിൽ കൃഷി നശിക്കുന്നതും തൊട്ട് പൊക്കത്തുള്ള കുട്ടോലിപ്പാടം ഭാഗത്ത് വീടുകളിലേക്ക് പോലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ സമീപ പ്രദേശങ്ങളിലേക്കും പാടത്തേക്കും വെള്ളം കയറുന്നു. ജലനിരപ്പ് താഴ്ന്നാൽ ഉടൻ ചിറയുടെ ബാക്കി ഭാഗം പുഴയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളിക്കുളം വലിയ തോട് കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മറ്റത്തൂരിലെ വലിയ പാടശേഖരങ്ങളിലൊന്നായ കോടാലി പാടശേഖരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. 65 ഏക്കറോളം വരുന്ന വിരിപ്പ് കൃഷിയാണ് വെള്ളത്തിനടിയിലായത്. കോടാലി നെല്ലുൽപാദക സമിതിക്ക് കീഴിൽ വരുന്ന പാടശേഖരത്തിലെ പകുതിയോളം നിലത്തിൽ 1 മാസം മുമ്പാണ് നടിയിൽ പൂർത്തിയാക്കിയത്. ബാക്കി പകുതി നിലത്തിൽ 3 ആഴ്ച മുമ്പ് വിതയും പൂർത്തിയാക്കിയിരുന്നു. 1 മാസത്തോളം വളർച്ചയെത്തിയതിനാൽ 1-2 ദിവസങ്ങൾ നെൽച്ചെടികൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും കൃഷിനാശം ഉണ്ടാകില്ലെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ മഴ തുടരുകയും കൂടുതൽ ദിവസങ്ങൾ നെൽച്ചെടികൾ വെള്ളത്തിനടിയിൽ കിടക്കുകയും ചെയ്താൽ ഓലച്ചീയൽ ബാധിച്ച് നശിച്ചു പോകാനിടയുണ്ടെന്നും കർഷകർ ആശങ്കപ്പെടുന്നു. ഉമ വിത്താണ് ഇക്കുറി കോടാലി പാടശേഖരത്തെ കർഷകർ വിരിപ്പ് കൃഷി ഇറക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. മഴയിലും കാറ്റിലും വെള്ളിക്കുളങ്ങരയിലെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു. തുടർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മോനുടി, വാസുപുരം, ഇണ്ണോട്, മാങ്കുറ്റിപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മരങ്ങൾ വീണ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണത്. 4 പോസ്റ്റുകളും ഒടിഞ്ഞിട്ടുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലും മണ്ണമ്പേട്ട പൂക്കോടിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു.
അളഗപ്പ നഗർ പഞ്ചായത്ത് 13-ാം വാർഡിൽ താമസിക്കുന്ന പറപ്പറമ്പത്ത് സുരേഷിന്റെ വീടിന് മുകളിലേക്കാണ് തൊട്ടടുത്ത പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് വീണത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു സംഭവം. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വാർഡംഗം പി.കെ. ശേഖരൻ സ്ഥലത്തെത്തിയിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, വന്നപ്പോഴാണ് കണ്ടത് തെങ്ങ് വീണ് കിടക്കുന്നത്. അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്ന് നോക്കി. 11 മണിയോടുകൂടി ഉണ്ടായ ശക്തമായ കാറ്റായിരുന്നു. തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്നുള്ള തെങ്ങാണ് വീടിൻ്റെ മേലേക്ക് മറിഞ്ഞു വീണിട്ടുള്ളത്. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. വീടിന് സാരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. കോൺക്രീറ്റൊക്കെ കുറച്ച് തകർന്നു പോയിട്ടുണ്ട്. തൊട്ടടുത്ത പറമ്പിലുള്ള ഇത്തരം അപകടകരമായിട്ടുള്ള മരങ്ങളൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ, മഴയും കാറ്റൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ പരമാവധി മുറിച്ച് മാറ്റാനുള്ള പഞ്ചായത്തും അത്തരത്തിൽ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. ചെങ്ങാനൂർ ഹൈസ്കൂളിന് സമീപം വീടിന് മുകളിൽ തേക്ക് മരം കടപുഴകി വീണു. പൂത്തുക്കാരൻ പോളി ഷെർലിയുടെ വീടിന് മുകളിലാണ് മരം വീണത്. വീടിന്റെ ട്രസ് തകർന്നു. ആർക്കും പരിക്കില്ല. ശക്തമായ മഴയിൽ ഒല്ലൂരിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. ഏറെ നേരം ഇതുവഴിയുള്ള വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. ഒല്ലൂർ ചീരാച്ചി വളവിലാണ് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ പെയ്ത ശക്തമായ മഴയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണത്. റോഡരികിൽ നിന്നിരുന്ന മാവാണ് റോഡിന് കുറുകെ വീണത്. ഏറെ വാഹനത്തിരക്കുള്ള റോഡിൽ മരം വീഴുന്ന സമയത്ത് വാഹനങ്ങൾ വരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണെങ്കിലും മരക്കൊമ്പ് റോഡിൽ കുത്തി നിന്നതിനാൽ കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്നെത്തിയ ഒരു യൂണിറ്റ് അഗ്നിരക്ഷാ സേനയുടെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് റോഡിലേക്ക് വീണ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കർക്കിടകം 1 ഇനി രാമായണ പാരായണ നാളുകൾ. പഞ്ഞമാസം എന്നാണ് കർക്കിടകത്തെ പഴമക്കാർ പറയുക. വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കർക്കിടക മാസാരംഭം. കർക്കിടകത്തിന്റെ ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണം. കേൾവിയിൽ സുകൃതമേകാൻ രാമകഥകൾ പെയ്യുന്ന കർക്കിടക മാസത്തെ ഓരോ ഭവനങ്ങളും ആഘോഷമാക്കുകയാണ്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം നടക്കും. വീടുകളിലും സന്ധ്യയ്ക്ക് നിറദീപങ്ങൾ തെളിയിച്ച് രാമായണ പാരായണം തുടരും. രാമായണം വായിച്ചു തീരുമ്പോൾ കത്തിച്ചാമ്പലാകേണ്ടത് ലങ്കയല്ല, മനസ്സിലെ വിദ്വേഷങ്ങളാകണമെന്നാണ് വിശ്വാസം. ഹിന്ദു ഭവനങ്ങളിൽ ദശപുഷ്പങ്ങൾ വെച്ച് ശ്രീ ഭഗവതിയെ വീട്ടിലേക്ക് എതിരേൽക്കുന്ന ചടങ്ങ് 1 മാസം മുഴുവൻ നടക്കുന്നു. രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം തൊട്ടുവന്ദിച്ച് വായന തുടങ്ങുന്നു. കർക്കിടക മാസം അവസാനിക്കുമ്പോഴേക്കും വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം. ക്ഷേത്രങ്ങളിൽ രാവിലെയും വൈകുന്നേരവും രാമായണ പാരായണം പതിവുണ്ട്. രാമായണ മാസത്തിനൊപ്പം ദേവീക്ഷേത്രങ്ങളിൽ ആടി ചൊവ്വയും ആടി വെള്ളിയും ആഘോഷിക്കാറുണ്ട്. പ്രത്യേക പൂജകളും സംഗീത കച്ചേരികളും ഈ ദിവസങ്ങളിൽ നടത്തും. വിളവെടുപ്പിന് മുൻപ് വീടുകളിലും ക്ഷേത്രങ്ങളിലും നിറയ്ക്കുന്നതും കർക്കിടകത്തിലാണ്. കരിവീര ചന്തം തീർത്ത് വടക്കുന്നാഥനിൽ ആനയൂട്ട്. കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ചെത്തിയത് ആയിരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഊട്ടിൽ പങ്കെടുക്കാൻ എത്തിയത് 65 ആനകൾ. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച ആയിരങ്ങളാണ് വടക്കുന്നാഥ ക്ഷേത്രം ആനയൂട്ടിന് എത്തിയത്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ 5-ന് ആരംഭിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പിടിയാനകളടക്കം 65 ആനകൾ ഊട്ടിന് എത്തി. കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത്. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ആനകൾക്ക് നൽകിയത്. പുതുക്കാട് കുറുമാലിക്കാവ് ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാവിലെ 1008 കരിക്ക് അഭിഷേകവും 501 പറനിറയ്ക്കലും നടന്നു. പഞ്ചാരിമേളം അരങ്ങേറി. അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് നാദസ്വരം, പഞ്ചവാദ്യം എന്നിവ നടന്നു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമചന്ദ്രൻ ആമ്പിലി കളരിക്കലിന്റെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണവും ഭക്തിപ്രഭാഷണവും ആരംഭിച്ചു.
ദേശീയപാത നന്ദിക്കരയിൽ അപകടക്കെണി ഒരുക്കി കുഴികൾ. മഴ പെയ്തതോടെ വാഹനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത വിധം കുഴികളാണ്. പലയിടങ്ങളിലും സമാനമായ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്രയും അപകടകരമായ അവസ്ഥയായിട്ടും റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. ഒരു കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനം വെട്ടിച്ചാൽ അടുത്ത കുഴിയിൽ വീഴുന്ന അവസ്ഥയാണ്. നന്ദിക്കര സെന്ററില് ഹൈവേയുടെ സെന്ററിൽ തന്നെ ഹൈവേ റോഡില് വലിയൊരു കുഴിയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഒരാഴ്ചയായിട്ട് ആ കുഴി ഉണ്ട്. സംഗതി മഴയായ കാരണം അടയ്ക്കാൻ പറ്റില്ലെന്ന് പറയും. പക്ഷെ എങ്ങനെയെങ്കിലും അത് അടച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഈ കുഴിയുടെ ലെഫ്റ്റ് സൈഡിൽ ഓട്ടോറിക്ഷകളെ പാർക്കിംഗ് ആണ്. ഈ വണ്ടി കാര്യം വെട്ടിച്ചിവിടെ വന്നാൽ ഓട്ടോറിക്ഷകളെ വെട്ടിക്കും, അപകടങ്ങൾ കൂടുതൽ നിലനിൽക്കും. അപ്പൊ അതിന്റെ പേരിൽ എത്രയും പെട്ടെന്ന് ആ കുഴി അടയ്ക്കുക എന്നുള്ളതാണ് അധികാരികളുടെ ശ്രദ്ധയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ കുഴികൾ കാണാതെ അപകടത്തിൽപ്പെടാനിടയുള്ളതിനാൽ എത്രയും പെട്ടെന്ന് ദേശീയപാതയിലെ കുഴികൾ നികത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര സ്ഥിരാകേന്ദ്രമായ കോടാലി ടൌണിനോട് ചേർന്ന് റോഡരികിൽ കാട് വളരുന്നത് കാൽനട യാത്രക്കാർക്കും പരിസരത്തെ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കോടാലി സ്കൂൾ ജംഗ്ഷന് കിഴക്കുഭാഗത്താണ് റോഡരികിൽ പാഴ്ചെടികൾ നിറഞ്ഞിട്ടുള്ളത്. ATM അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയ 2 ബാങ്കുകളും വ്യാപാരികളുടെ സംഘടനാ ആസ്ഥാനമായ വ്യാപാര ഭവനും മറ്റു നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടേക്കുള്ള റോഡിൽ പല ഭാഗത്തും കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ദേഹത്തേക്ക് തെറിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ റോഡരികിലെ കാനയ്ക്കുമീതെ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾക്ക് മുകളിലൂടെയാണ് നടക്കുന്നത്. സ്ലാബുകൾക്ക് മുകളിലെ നടപ്പാത പാഴ്ചെടികൾ വളർന്ന് കാട് മൂടിക്കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള നടപ്പ് ഒട്ടും സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. പാഴ്ചെടികൾ തിങ്ങി വളർന്നതിനിടയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനാൽ തെരുവു നായ്ക്കളും ഇഴജന്തുക്കളും നടപ്പാതയിൽ തമ്പടിക്കുന്നത് പതിവായിട്ടുണ്ട്. സമീപത്തുള്ള വിദ്യാലയങ്ങളിലേക്ക് ചെറിയ കുട്ടികളടക്കമുള്ളവർ നടന്നു പോകുന്നത് കാട് മൂടിക്കിടക്കുന്ന നടപ്പാതയിലൂടെയാണ്. പാഴ്ചെടികൾ വെട്ടിനീക്കി സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമൊരുക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികളടക്കം പോകുന്ന ഒരു വഴിയാണിത്. ഇത് കാട് പിടിച്ച് കിടക്കുന്ന മാസങ്ങളായി. റോട്ടിലേക്ക് ഇറങ്ങിയാൽ മഴക്കാലമാണ്, വെള്ളക്കെട്ട്. എത്രയും പെട്ടെന്ന് ഈ കാട് വെട്ടി യാത്രയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക, അത് ചെയ്യുക. പുതുക്കാട് വേങ്ങാട് ഉഴിഞ്ഞാൽ പാടം റോഡ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 24.9 ലക്ഷം രൂപ ചിലവിലായിരുന്നു നിർമ്മാണം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഫലപ്രദമാകുന്നതിന് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. യോഗം KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നവാഗതരായ പെൻഷൻകാർക്ക് അംഗത്വ വിതരണം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, KO പൊറിഞ്ചു, KI പുരുഷോത്തമൻ, K സുകുമാരൻ, TA വേലായുധൻ, AM ജോൺസൺ, KR നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. CPM നേതാവായിരുന്ന KK സത്യദേവന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ പാഴായിയിൽ അനുസ്മരണ പരിപാടികൾ നടത്തി. പടിഞ്ഞാറ്റുമുറി സെന്ററിൽ നടന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് പതാക ഉയർത്തി. പാഴായി കിഴക്കേ സെന്ററിൽ നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NN ദിവാകരൻ, KA സുരേഷ്, KM വാസുദേവൻ, നെന്മണിക്കര ലോക്കൽ സെക്രട്ടറി K അനിൽകുമാർ, പാലിയേക്കര ലോക്കൽ സെക്രട്ടറി KM ബാബു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MR സഹദേവൻ, AG ഷൈജു, IC സൂരജ് എന്നിവർ പ്രസംഗിച്ചു. സത്യേട്ടൻ മരിച്ചിട്ട് 8 വർഷക്കാലം പൂർത്തിയാക്കി. സത്യേട്ടൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് പോയെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത്. ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുൻപിൽ
1000 രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. സഖാവ് സത്യേട്ടൻ ഈ പാളായി പ്രദേശത്ത് എത്തിച്ചേർന്നതിന് ശേഷം CPIM-ന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് കലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായും ഡയറക്ടർ ബോർഡ് അംഗമായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും സഖാവ് നന്മണിക്കര പഞ്ചായത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച സഖാവാണ്. ഒരു 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗവും തൃശ്ശൂർ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് വർഗീസറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. തൊഴിലാളികളുടെ നേതാവ് CIT-യുടെ ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് NN ദിവാരൻ. പുതുക്കാട് ചെങ്ങാലൂർ മുപ്ലിയം ഇഞ്ചക്കുണ്ട് കോടാലി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കോടാലി GLP സ്കൂളിൽ വെച്ച് ചേർന്ന മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി എന്നിവർ പ്രസംഗിച്ചു. വൈസ്മെൻ ഇന്റർനാഷണൽ പുതുക്കാട് ടൗൺ ക്ലബ്ബ് പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. പുതുക്കാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് യോഗം ഉദ്ഘാടനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് നൽകുന്ന വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ഡിസ്പെൻസർ എന്നിവയുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. പ്രസിഡന്റ് PR വിജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അനിത ബെന്നി പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണം നൽകി. പുതിയ ഭാരവാഹികൾക്ക് ഡിസ്ട്രിക്ട് ഗവർണർ ബാബു മഞ്ഞളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാരുടെ സംഘടനയ്ക്ക് പ്രോജക്ടിനുള്ള ഫണ്ട് സംഘടനാ സെക്രട്ടറിക്ക് വിജയകുമാർ കൈമാറി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വൈസ്മെൻ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ ബുള്ളറ്റിൻ എഡിറ്റർ ബെന്നി വടക്കൻ പാരിതോഷികം നൽകി. ഡിസ്ട്രിക്ട് ട്രഷറർ മധുസൂദനൻ, നന്ദിക്കര ക്ലബ്ബ് പ്രസിഡന്റ് ഭരതൻ, ആമ്പല്ലൂർ ക്ലബ്ബ് സെക്രട്ടറി ഫാൻസി ബാബു, ജോയിന്റ് സെക്രട്ടറി വർഗീസ് കോക്കാടൻ, ട്രഷറർ സുരേഷ് കദലി, ക്ലബ്ബ് സെക്രട്ടറി KL സുരേഷ്, പ്രസിഡന്റ് ER സജീവൻ എന്നിവർ പ്രസംഗിച്ചു. സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ALO കാർഡ് നൽകുന്ന നടപടികൾ നിർത്തിവെക്കണമെന്ന് അൺലോഡിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സമ്മേളനം തൊഴിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിൽ കയറ്റിറക്ക് ജോലിക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡ് നൽകുകയും 2-3 മാസം കഴിയുമ്പോൾ ഈ തൊഴിലാളി തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിൽ സ്ഥലത്തേക്ക് പോകുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. നിലവിലുള്ള ചുമട്ട് തൊഴിലാളികൾക്ക് തൊഴിൽ കുറഞ്ഞു വരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. സമ്മേളനം ലോഡിംഗ്, അൺലോഡിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി P ശ്രീകുമാരൻ ഉദ്ഘാടനം ചെയ്തു. AA ഉണ്ണിച്ചക്കൻ അധ്യക്ഷനായിരുന്നു. AITUC മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, CPI മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത്, KM സുഭാഷ്, KU സുധീഷ്, IK രാജീവ്, CV മൊയ്തു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി AA ഉണ്ണിച്ചക്കനെയും സെക്രട്ടറിയായി CU പ്രിയനെയും വർക്കിംഗ് സെക്രട്ടറിയായി KP വിനോദിനെയും ജോയിന്റ് സെക്രട്ടറിയായി IK രാജീവിനെയും വൈസ് പ്രസിഡന്റായി KK സുബ്രനെയും ട്രഷററായി TM മുജീബിനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി കേരളത്തിൽ വ്യാപകമായി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥ: കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഫിസിക്സ് സീനിയർ അധ്യാപക തസ്തികയിൽ ഒഴിവുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണം.
തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിൽ പാർട്ട് ടൈം അടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവറുടെ ഒഴിവുണ്ട്. പ്രായം 18-നും 41-നും ഇടയിൽ. അപേക്ഷകൾ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നകം സമർപ്പിക്കുക. ഫോൺ നമ്പർ 048027511262. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തോരാത്ത മഴ ദുരിതം. വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി തടസ്സമുണ്ടായി. മരങ്ങൾ വീടിന് മുകളിൽ കടപുഴകി വീണു. കനത്ത മഴയിൽ കരയാമ്പാടം പാടശേഖരത്തിലെ 70 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി. കോടാലി പാടശേഖരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ദേശീയപാത നന്ദിക്കരയിൽ അപകടക്കെണി ഒരുക്കി കുഴികൾ. നടപടി ആവശ്യപ്പെട്ട് യാത്രക്കാർ. കർക്കടകം കനത്ത മഴയുമായി എത്തി. ഇനി ഭക്തിയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും നാളുകൾ. ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണവും ചടങ്ങുകളും. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര സ്ഥിരാകേന്ദ്രമായ കോടാലി ടൗണിനോട് ചേർന്ന് റോഡരികിൽ പാഴ്ചെടികൾ നിറഞ്ഞത് അപകട ഭീഷണിയാകുന്നു. പുതുക്കാട് വേങ്ങാട് ഉഴിഞ്ഞാൽ പാടം റോഡ് നാടിന് സമർപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.